അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടാപ്പ് അല്ലെങ്കിൽ ഷവർ ഫിൽറ്ററാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതും ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫിൽറ്റർ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഓരോ റീജിയൻ അനുസരിച്ച് നമുക്ക് ഹാർഡ് വാട്ടറും അതുപോലെ തന്നെ ചളി വെള്ളവും ഒക്കെ നമുക്ക് നമ്മുടെ ഇപ്പോൾ കിണറാണെങ്കിൽ തന്നെ ചളി വെള്ളം വരുന്നൊക്കെ ഇഷ്യൂ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ നമ്മുടെ മുടിക്കും ഭയങ്കര കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ മുടിക്കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷവർ അല്ലെങ്കിൽ ഒരു ടാപ്പ് ഫിൽറ്ററാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് കാലം മുമ്പേ നമ്മൾ വേറെ ടൈപ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് സ്വിഫ്റ്റ് പ്ലസ് എന്നൊരു ബ്രാൻഡ് ഒരു 10 ലെയർ ഫിൽറ്റർ വരുന്ന ഒരു ഫിൽറ്റർ സിസ്റ്റം ഉണ്ട്. നമുക്കിത് നമ്മുടെ എന്താ പറയുക ടാപ്പിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഷവർ ഹെഡിലൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന പോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടു. ഞാൻ എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ബോക്സാണ് അതെ ഇങ്ങനെ വരുന്നത്. സ്വിഫ്റ്റ് പ്ലസ് എന്നൊരു ബ്രാൻഡ് ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്കിത് ക്ലോറിൻ റിമൂവ് ചെയ്യും. അപ്പോൾ ക്ലോറിൻ വാട്ടറുള്ളവർക്ക് നല്ലൊരു പരിപാടി തന്നെയാണ്. ആൻറ്റി ബാക്ടീരിയലാണ്, ബാക്ടീരിയനുള്ള നശിപ്പിക്കും. മൈക്രോസീവ് ആണ്, അതായത് ഭയങ്കരമായിട്ട് അരിക്കും. സ്കെയിൽ ഇൻഹിബിഷൻ ഉണ്ട്, പിന്നെ ഓർഡർ റിഡക്ഷൻ ഉണ്ട്, ഹെവി മെറ്റൽ അബ്സോർപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിൻ്റെ ഡീറ്റെയിൽ സംഭവം ചൈനീസ് മെയ്ഡാണ്. MRP കൊടുക്കുന്നത് 3150 രൂപയ്ക്കാണ്. പക്ഷേ ആമസോണിൽ നമുക്കിതൊരു 1000, 1500. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. എന്തായാലും കൊടുക്കാം. ഇതിൻ്റെ പേര് വരുന്നത് സ്വിഫ്റ്റ് പ്ലസ് ഷവർ ടാപ്പ് ഫിൽറ്റർ എന്നാണ്. വൈറ്റ് കളറാണ്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രിവെൻറ്റ്സ് ബാക്ടീരിയ, പ്രൊട്ടക്ട് സെൻസിറ്റീവ് സ്കിന്ന്, റിഡ്യൂസസ് ഹെയർ ഫോൾ, ഇംപ്രൂവ് സോപ്പ് ലെതർ, റിമൂവ് ഇമ്പ്യൂരിറ്റീസ് എന്നൊക്കെ അതിന് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓവർ ഹെഡ് ഷവറിൽ വെക്കാം, ടാപ്പിൽ വെക്കാം, ഹാൻഡ് ഷവറിൽ വെക്കാം. അതിലൊക്കെ എല്ലാത്തിനും ഫിറ്റ് ചെയ്യാൻ പറ്റും. 1 ഇയർ വാറണ്ടി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് സീൽഡ് പോലെ വന്നേക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉള്ളിൽ നമുക്ക് എന്താ പറയുക ഫിൽട്രേഷൻ വരുന്നതാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് എന്തെങ്കിലും ഉണ്ട്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ സാധനം നമ്മുടെ പൈപ്പിൽ ഫിറ്റ് ചെയ്യാണ്ടോ. ഈ സാധനം നമ്മുടെ പൈപ്പിൽ ഫിറ്റ് ചെയ്യുക, വേറെ ഒന്നും വേണ്ട. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ 2 ഹോളിൽ കാണാം. നിങ്ങൾക്ക് 2 ഹോളിലൂടെ കുത്തി കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ ഇന്നിൽ വെള്ളം വരും, ഒരു സൈഡിൽ കൂടെ ഔട്ട് വരും. ഞാൻ എന്തായാലും ഇത് നമ്മുടെ പൈപ്പിലും ഷവറിലും ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണ് ഇങ്ങനെ നമുക്ക് ഒരു വാഷർ പോലത്തെ ഒരു ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാം നമ്മുടെ ലീക്കേജ് വരാൻ നമ്മുടെ തുണിയൊക്കെ പണ്ട് ഉപയോഗിക്കാറില്ല, ഇതിന് പേര് ഉപയോഗിക്കുന്ന സാധനം. ഞാൻ പേരും കറക്റ്റ് അറിയില്ല. പിന്നെ നമുക്കൊരു കണക്ടർ ഉണ്ട് കേട്ടോ. ചില പൈപ്പുകൾക്കുണ്ട് സൈസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടർ ഉണ്ട്. വേറെ ഒന്നും ഇതിൽ സംഭവം ഇല്ല. പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു റഫ് പേപ്പർ ഉണ്ട്. നമുക്കിങ്ങനെ കുറച്ച് കളയാനുള്ള എന്തെങ്കിലും തുരുമ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കളയാനുള്ള ഒരു പേപ്പറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ എന്താ പറയുക ബാത്റൂമിലത്തെ ഷവറിലും ടാപ്പിലും ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നമുക്ക് അതിൽ കൂടെ കിട്ടുന്ന ഒരു കണക്ടർ നേരത്തെ കാണിച്ചിട്ടില്ല, അത് കണക്ട് ചെയ്താൽ മതി. എൻ്റെ ഓൾറെഡി ഇത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ വേറെ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെറുതെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് ഇത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് വെള്ളം തുറന്നാൽ അതിനോട് ഫിൽറ്ററായിട്ട് ഫസ്റ്റ് ഒരു കുറച്ച് ചാർക്കോളിൻ്റെ ഒരു കറുത്ത കളർ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ വാട്ടർ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ ഒരു ഇതിൽ മുമ്പിൽ കാണിച്ചു തരാം. കണ്ടോ, നല്ല പ്യുവർ വാട്ടർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ആ ചാർക്കോളിൻ്റെ ഒരു ഫിൽറ്ററിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ വാട്ടർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാർഡ് വാട്ടറൊക്കെ ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 80% ശരിയാക്കിയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് യൂസ് ചെയ്യാൻ. പിന്നെ നമ്മുടെ എന്താ പറയുക ഷവറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ ഊരുക. നമ്മുടെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഇത് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഞാനത് ഊരിയിട്ട് നമ്മുടെ ഷവറിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനത് യൂരാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂരുണ്ടതുകൊണ്ട് ജസ്റ്റ് റൊട്ടേറ്റിങ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ വേറെ സ്പെഷ്യലി സ്കില്ലും കാര്യങ്ങളൊന്നും വേണ്ട. അതിലുള്ളിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഈ ഷവർ ഹെഡ് ഊരിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. ഞാൻ ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്ത് കണ്ടു. ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് നമുക്ക് തന്നെ ചെയ്യാനുള്ളതുള്ളൂ, വേറെ വലിയ സംഭവങ്ങളൊന്നും വേണ്ടാണ്ട്. ജസ്റ്റ് മുകളിൽ ഇത് ഫിറ്റ് ചെയ്തു. അതിൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള വേറെ പോർട്ടുണ്ട്. സംഭവം കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നേരത്തെ പൈപ്പ് തുറന്ന പോലെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ വെള്ളം വരും, ഒരു കുഴപ്പമില്ലാണ്ട് ക്ലിയർ ആയിട്ട് വെള്ളം വരും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇവിടെ ലീക്ക് വരുന്നത് ടൈറ്റ് ആയിട്ടില്ല ഞാൻ ഫുള്ളായിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ലീക്ക് വരുന്നത് നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷവറിലും കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തായാലും വാട്ടർ പ്രോബ്ലം അതുപോലെ തന്നെ ചളി ഹാർഡ്നെസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ ഫിൽറ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ആമസോണിൽ എല്ലാത്തിനും അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം. ചെക്കൗട്ട് നോക്കാൻ മറക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.